ഒഡീഷയിൽ മലയാളി വൈദികനെ പോലീസ് പള്ളിയിൽ കയറി മർദ്ദിച്ചുവെന്ന ആരോപണം. ബർഹാംപൂർ രൂപതയിലെ ജൂബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനാണ് മർദ്ദനമേറ്റത്. മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പോലീസ് കയ്യേറ്റം. മാർച്ച് 22-നാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, ജബൽപൂരിൽ കണ്ടത് പോലീസുകാർക്ക് മുന്നിൽ വെച്ച് ക്രൈസ്തവ വൈദികർക്ക് ബജരംഗ് ദളിന്റെ മർദ്ദനമാണെങ്കിൽ ഇതിപ്പോ ഒഡീഷയിൽ പോലീസുകാർ തന്നെ ആ പണി നേരിട്ടെടുക്കുകയാണോ? ഹാഷ്മി, തീർച്ചയായിട്ടും. കാരണം ഈ ജബൽപൂരിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസ് നോക്കി നിൽക്കെ അല്ലെങ്കിൽ പോലീസ് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു കയ്യേറ്റം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒഡീഷയിലും ഇത്തരമൊരു സംഭവം നടന്നത്. പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബജ്രംഗ് ദൾ പ്രവർത്തകരോ മറ്റാരുമല്ല, പോലീസ് തന്നെയാണ്. ക്രമസമാധാനം പരിപാലിക്കുന്ന പോലീസാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. മലയാളി വൈദികൻ, അതായത് ബർഹാംപൂർ രൂപതയിലെ ജൂബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനാണ് ഈ മർദ്ദനമേറ്റതായുള്ള വിവരം ഉണ്ടായിരിക്കുന്നത്. പോലീസ് സംഘം പള്ളിക്കകത്ത് അതിക്രമിച്ച് കയറിയാണ് ഈ മർദ്ദനം നടത്തിയത്. ഫാദറിന് മാത്രമല്ല, ഈ കൂടെ ഉണ്ടായിരുന്ന സഹവൈദികൻ, ഒപ്പം തന്നെ പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിയ വിശ്വാസികൾ ഉൾപ്പെടെ അവർക്കുൾപ്പെടെ മർദ്ദനം ഏറ്റതായുള്ള പരാതികളുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ല. മറിച്ച് ഒഡീഷയിലെ മറ്റ് ക്രൈസ്തവ സഭകളൊക്കെ ഇതിൽ വിമർശനവുമായി രംഗത്ത് വരികയും ഈ ഒരു നടപടി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു ആരോപണം എന്നുള്ളത് ഇവരെ മർദ്ദിക്കുക മാത്രമല്ല, പള്ളിയുടെ ചില സ്വത്തുവകകൾ നശിപ്പിക്കുകയും പണം അപഹരിച്ചതായും ചില പരാതികളുണ്ട്. എന്തായാലും ഈ സംഭവം നടന്നത് മാർച്ച് 22-നാണ്. ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. അതും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ച് ഈ ഫാദർ ഉൾപ്പെടെ പറയുന്നൊരു കാര്യങ്ങൾ, അവിടുത്തെ മയക്കുമരുന്ന് സംഘം അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഭ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ ക്യാമ്പയിൻ വരെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു വിഭാഗം കൂടിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വിഭാഗത്തിന് നേരെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഇത്തരമൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ആർ അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒഡീഷയിൽ വൈദികനെ പോലീസുകാർ പള്ളിക്കകത്ത് കയറി മർദ്ദിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ മടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഉണ്ടായ സംഭവം മാർച്ച് 22-നാണ്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കാൻ നിൽക്കേണ്ട. എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല.